നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സർവേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം മുമ്പാണ് ഒരു വീഡിയോ, പ്രധാനപ്പെട്ട ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്. ഒരു ആവാസ് പ്ലസ് ആപ്പിൽ കൂടെ ആധാർ ഫേസ് ഐഡിയും വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അപ്പോൾ അത് ജനങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ 2 ദിവസമായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിലെ കമൻറ്റുകൾ നോക്കിയാൽ അറിയാൻ പറ്റും എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ട്. അത് ശരിയാവാതെ അതിൻ്റെ ഓരോ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ കാർഡ് നമ്പർ അത് മസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അതില്ലാതെ ഈ ആപ്ലിക്കേഷൻ പൂർത്തിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു ചെറിയ മാർഗവുമായിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രധാനമന്ത്രി ആവാസ് യോജന അപേക്ഷയുമായി ബന്ധപ്പെട്ട്, അതായത് ആവാസ് പ്ലസ് 2024 സർവേയുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടായിരുന്നു. സർവേ ചെയ്യുമ്പോൾ ജോബ് കാർഡ് നമ്പർ അഥവാ തൊഴിലുറപ്പ് കാർഡ് നമ്പർ നിർബന്ധമാണ്. ആ നമ്പർ അറിയാത്തതിനാൽ ആ നമ്പർ അറിയില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്തിൽ പോകാതെ തന്നെ നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ അറിയാനുള്ള ഒരു മാർഗമാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇതിന് സർവേ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ ജോബ് കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇൻവാലിഡ് കാണിക്കണമെന്നും പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായി ടൈപ്പ് ചെയ്യണം. ചെറിയൊരു വ്യത്യാസം വന്നാൽ കൂടി ഇൻവാലിഡ് കാണിക്കും. ക്യാപിറ്റൽ ലെറ്റർ വേണ്ട അവിടെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ വേണ്ട അവിടെ സ്മോൾ ലെറ്റർ, അതുപോലെ സ്പേസ് വേണ്ട അവിടെ സ്പേസ്, കുത്തുള്ള അവിടെ കുത്ത്, ഇതെല്ലാം കറക്റ്റായിട്ട് അതേപടി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്താൽ മാത്രമേ സക്സസ് ആവുള്ളൂ എന്നുള്ളതാണ്. ഇനി ജോബ് കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരാം. ആദ്യം ഗൂഗിളിൽ പഞ്ചായത്ത് എന്ന് ടൈപ്പ് ചെയ്യുക. പഞ്ചായത്ത് എന്ന ടൈറ്റിലോടെ NREGA.nic.in എന്ന വെബ്സൈറ്റ് വരും. അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ദി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2025 പഞ്ചായത്ത്സ് എന്നുണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ MNREGA ഒഫീഷ്യൽ വെബ്സൈറ്റിലെത്തും. അവിടെ പഞ്ചായത്ത്സ് എന്ന് എഴുതിയതിനടിയിലായിട്ട് 4 ഓപ്ഷനുകൾ ഉണ്ടാവും. അത് ഒന്നാമത്തെ ഓപ്ഷൻ ഡാറ്റ എൻട്രി, രണ്ടാമത്തെ ഓപ്ഷൻ ജനറേറ്റ് റിപ്പോർട്ട്, മൂന്നാമത്തെ ഓപ്ഷൻ ഓതറൈസ് വേജ് ലിസ്റ്റ് ബൈ പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഓർ പഞ്ചായത്ത് സെക്രട്ടറി, നാലാമത്തെ ഓപ്ഷൻ സെൻഡ് വേജ് ലിസ്റ്റ് ടു ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് ബൈ ഗ്രാം പ്രധാൻ ഓർ പ്രസിഡന്റ്. ഇങ്ങനെ 4 ഓപ്ഷനുകളാണ് ഉള്ളത്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ജനറേറ്റ് റിപ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റുകളുടെ ലിസ്റ്റിലേക്ക് പോകും. എല്ലാ സ്റ്റേറ്റുകളുടെയും പേരുകളുണ്ടാകും. അവിടെ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നതിൽ ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകും. അവിടെ കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട്. സ്റ്റേറ്റ് എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ കേരള എന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴെയായി ഫിനാൻഷ്യൽ ഇയർ എന്നതിന് നേരെയുള്ള സെലക്ട് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ സാമ്പത്തിക വർഷങ്ങളുടെ ഓപ്ഷനുകൾ വരും. അത് നമ്മൾ ഏത് സാമ്പത്തിക വർഷത്തെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത് ആ വർഷത്തിൽ സ്പർശിക്കുക. അപ്പോൾ
ആ വർഷം അവിടെ സെലക്റ്റായി വന്നിട്ടുണ്ടാകും. ശേഷം അതിന് താഴെയായിട്ട് സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജില്ലകളുടെ പേര് വിവരങ്ങൾ ഇങ്ങനെ വരും. അതിൽ നിന്ന് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. പാലക്കാടാണെങ്കിൽ പാലക്കാട്, അല്ലെങ്കിൽ മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ, അല്ലെങ്കിൽ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം. അത് സെലക്ട് ചെയ്യുക. നമ്മുടെ ജില്ല സെലക്ട് ആയി വന്നു കഴിഞ്ഞാൽ അടുത്തത് ബ്ലോക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ്. ആ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്ലോക്കുകളുടെ പേരുകളിൽ നിന്ന് നമ്മുടെ ബ്ലോക്കിൻ്റെ പേര് സെലക്ട് ചെയ്തെടുക്കുക. അവിടെ ബ്ലോക്കിൻ്റെ പേര് സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത ബട്ടണിൽ സ്പർശിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് ആ പഞ്ചായത്തുകളുടെ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കുക. പഞ്ചായത്ത് സെലക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് താഴെയായി കാണുന്ന പ്രൊസീഡ് ബട്ടൺ ഉണ്ട്. ആ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്ത് റിപ്പോർട്ട്സ് എന്ന പുതിയ പേജ് തുറന്നു വരും. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സ്റ്റേറ്റ്, ജില്ല, ബ്ലോക്ക്, പഞ്ചായത്ത് എന്നിവയൊക്കെ ഉണ്ടാകും. അതിന് താഴെയായിട്ട് ജോബ് കാർഡ് ഓർ രജിസ്ട്രേഷൻ എന്ന ടൈറ്റിലുണ്ടാകും. ആ ടൈറ്റിലിന് താഴെയായിട്ട് 5 ഓപ്ഷനുകൾ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ കാസ്റ്റ് വൈസ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോബ് കാർഡ് നമ്പർ ഇൻ യൂസ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോബ് കാർഡ് ഓർ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ. അപ്പോൾ ഈ 5 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ആ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ജോബ് കാർഡ് ഓർ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്യുമ്പോൾ ജോബ് കാർഡ് ഓർ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്ന പേജ് തുറന്നു വരും. അവിടെ നമ്മുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ സീരിയൽ നമ്പറും ജോബ് കാർഡ് നമ്പറും പേരും ഒക്കെ കാണാം. അപ്പോൾ അത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ പേര് എവിടെയാണോ കിടക്കുന്നത് ആ പേര് കണ്ടുപിടിച്ചിട്ട് അതിന് നേരെയായിട്ട് വരുന്ന ജോബ് കാർഡ് നമ്പർ ഉണ്ടാകും. ആ ജോബ് കാർഡ് നമ്പറാണ് നമ്മുടെ നമ്പർ എന്ന് വെച്ചാൽ തൊഴിൽ കാർഡ് നമ്പർ എന്ന് പറയാം. ആ നമ്പറാണ് നമുക്ക് ഇവിടെ ഈ PMAY അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ജോബ് കാർഡ് നമ്പറിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് വരും. അവിടെ ഇതുപോലെ ഇവിടെ കാണുന്ന പോലെ ഒരു നമ്മുടെ കാർഡ് ടൈപ്പായിട്ട് ഇങ്ങനെ വരും. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സൂക്ഷിക്കാം. അപ്പോൾ അതിൽ ആ കാർഡിൽ നമ്മുടെ ജോബ് കാർഡ് നമ്പർ, പേര്, നമ്മുടെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനെയാണ് നമുക്ക് ജോബ് കാർഡ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോബ് കാർഡ് നമ്പർ കിട്ടും. ഇനി ഈ ജോബ് കാർഡ് നമ്പർ ഇല്ലാതെ ആരും PMAY അപേക്ഷിക്കാതിരിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് തൊഴിലുറപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ കാര്യമാണ് കേട്ടോ. ഇനി രജിസ്റ്റർ ചെയ്യാത്ത, തൊഴിലുറപ്പിൽ അംഗമാകാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് പഞ്ചായത്തിൽ പോകണം. പഞ്ചായത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം മേടിച്ച് പൂരിപ്പിച്ച് കൊടുത്ത് അതിന് ശേഷമാണ് നമുക്ക് ജോബ് കാർഡ് കിട്ടുള്ളൂ. അതിനുവേണ്ടി ഈ കുറച്ച് ദിവസം കൂടിയുള്ളൂ PMAY അപേക്ഷിക്കാൻ. ഇനിയിപ്പോൾ ഇത് യുദ്ധത്തിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇനി വീണ്ടും നീട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. അത് പിന്നീട് അതിൻ്റെ ഡേറ്റ് ആകുന്ന സമയത്തേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. നീട്ടിയാൽ നമ്മുടെ ഭാഗ്യം, നീട്ടിയിട്ടില്ലെങ്കിൽ ഈ 15-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എത്രയും പെട്ടെന്ന് ജോബ് കാർഡ് എടുക്കാൻ നോക്കുക. ജോബ് കാർഡ് നമ്പർ അറിയാത്തവർ, രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഇങ്ങനെ ഈ തരത്തിൽ സെർച്ച് ചെയ്തെടുത്തിട്ട് നമ്പർ എഴുതിയെടുക്കുക. അല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. പഞ്ചായത്തിൽ പോയിട്ട് ഫോം മേടിച്ച് പൂരിപ്പിച്ച് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമ്പർ എടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുക, സർവേ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ തൊഴിൽ കാർഡ് നമ്പർ റെഡിയാക്കി വെച്ചിട്ട് വേണം
നമ്മൾ സർവേ നടത്താനായിട്ട്. ഓക്കെ, വീണ്ടും മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ.